ഇന്ത്യക്ക് അഭിമാനമായി ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടി കന്നഡ എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ ബാനു മുഷ്താഖിന്റെ ചെറുകഥാ സമാഹാരമായ ഹാർട്ട് ലാബ് എന്ന കന്നഡ പുസ്തകത്തിന്റെ വിവർത്തനം. 1990 മുതൽ 2023 കാലത്ത് എഴുതിയ കഥകളുടെ സമാഹാരം ദീപ ബാസ്തിയാണ് ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്തത്. ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ ചെറുകഥാ സമാഹാരമായ ഹാർട്ട് ലാബ് മത്സര പട്ടികയിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ പുസ്തകമായിരുന്നു. ലണ്ടനിലെ ഡേറ്റ് മോഡേണിൽ നടന്ന ചടങ്ങിൽ 2025 ജഡ്ജിംഗ് പാനലിന്റെ അധ്യക്ഷനായിരുന്ന എഴുത്തുകാരൻ മാക്സ് പോർട്ടറാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. ഭാഷയെ സങ്കീർണമാക്കുന്ന ഒരു സമൂലമായ വിവർത്തനം, അത് വിവർത്തനത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തെ വെല്ലുവിളിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് പുസ്തകത്തെക്കുറിച്ച് മാർക്സ് വിശേഷിപ്പിച്ചത്. ദക്ഷിണേഷ്യയിലെ മുസ്ലിം സമൂഹങ്ങളിലെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ദൈനംദിന ജീവിതത്തെ പകർത്തുന്ന കഥകളുടെ സമാഹാരമാണ് ഹാർട്ട് ലാബ്. സോൾവായ് ബാലിന്റെ ഓൺ ദി കാൽക്കുലേഷൻ ഓഫ് വോളിയം 1, വിൻസെന്റ് ദിലക്വയുടെ സ്മോൾ ബോട്ട്, ഹിരോമി കവാകാമിയുടെ അണ്ടർ ദി ഐ ഓഫ് ദ ബിഗ് ബേർഡ്, വിൻസെൻസോ ലാട്രോക്കിയോയുടെ പെർഫെക്ഷൻ, അന്ന സെറയുടെ എ ലെപ്പേർഡ് സ്കിൻ ഹാറ്റ് എന്നിവയായിരുന്നു ചുരുക്കപ്പട്ടികയിലെ മറ്റു പുസ്തകങ്ങൾ. ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് കഴിഞ്ഞ വർഷം മെയ് 1 ഏപ്രിൽ 30 ഇടയിൽ UK-ലും അയർലൻഡിലും പ്രസിദ്ധീകരിച്ച ലോകമെമ്പാടുമുള്ള നോവലുകളെയും ചെറുകഥാ ശേഖരങ്ങളെയുമാണ് പുരസ്കാരത്തിന് പരിഗണിച്ചത്. ബുക്കർ പ്രൈസ് തുകയായ 55 ലക്ഷം രൂപ വിജയിയാകുന്ന രചയിതാവിനും വിവർത്തനം ചെയ്യുന്ന ആൾക്കുമായി പങ്കിട്ടു നൽകും. മാക്സ് പോർട്ടർ അധ്യക്ഷനായ ജഡ്ജിംഗ് പാനലിൽ കാലേബ് ഫെമി, സന ഗോയൽ, ആന്റൺ ഹർ, ബെത്ത് ഓർട്ടൺ എന്നിവരും അംഗങ്ങളാണ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത രചയിതാക്കൾക്ക് ഓരോരുത്തർക്കും £2500 അവരുടെ പുസ്തകത്തിന്റെ പ്രത്യേക പതിപ്പും ലഭിക്കും.